ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് പാത്തു ആൻഡ് റീസ ഫ്രം സെഡ് ടോക്സ്. കുറേ നാളായാലും ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് നാട്ടിലാണ്, മംഗലാപുരത്ത്. എൻ്റെ ലൈഫിലെ ഏകദേശം നല്ലൊരു ടൈം, ഓൾമോസ്റ്റ് ഒരു 10 years മംഗലാപുരത്താണ് സ്പെൻഡ് ചെയ്തത്. ഞാൻ ഇതിനെ പ്രസവിച്ചതും ഒക്കെ ഇവിടെ ആയിരുന്നു. എൻ്റെ UG PG ലൈക്ക് എവറിത്തിങ് വാസ് മാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ മാംഗ്ലൂർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടല്ല, റീസക്ക് വേണ്ടിയിട്ടാണ്. റീസനെ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ട് മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എൻ്റെ കസിനാണ്, അങ്കിളുടെ മോള്. അപ്പോൾ അവള് റീസെന്റ് ഫിസിയോതെറാപ്പി ബാച്ചിലേഴ്സ് കഴിഞ്ഞ് BPT കഴിഞ്ഞ് ഇനിയിപ്പം MPTക്കുള്ള എൻട്രൻസ് എക്സാമിലെ പ്രിപ്പറേഷനിലും കുറേ കോളേജസിന്റെ എല്ലായിടത്തും ഫെസിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് കോളേജ് ഏത് ചേരണം എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു ടൈമാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ കോളേജസ് കയറി ഇറങ്ങുന്ന പരിപാടിയാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എനപ്പോയ യൂണിവേഴ്സിറ്റിയിലാണ്. എനപ്പോയ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ഇവൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്റേൺഷിപ്പിൽ ഇവർക്ക് സ്പ്ലിറ്റ് ഉണ്ടാവും, ലൈക്ക് ഓരോ സ്ഥലത്ത്. അതിൽ കുറച്ച് മാസങ്ങൾ എനപ്പോയിൽ തന്നെയായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഷീ ഓൾറെഡി നോസ് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ബട്ട് സ്റ്റിൽ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളും എൻ്റെ ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി യൂണിവേഴ്സിറ്റി കാണുന്നതിനോടൊന്നിച്ച് തന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. കമോൺ. മംഗലാപുരത്ത് തന്നെ ഫസ്റ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ് എനപ്പോയ യൂണിവേഴ്സിറ്റി. അവർക്ക് 8 ക്യാമ്പസ് ഉണ്ട്. അതിൽ 6 ക്യാമ്പസും മംഗലാപുരത്ത് തന്നെയാണ്. അതിൽ തന്നെ മെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് അവരുടെ മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും പിന്നെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. റീസ, നിനക്കിപ്പോൾ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ തോന്നിയത്? പേഷ്യൻസ് ഇതൊക്കെ എങ്ങനെയുണ്ട്? മെയിൻലി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പേഷ്യൻസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ 3rd year 4th year പോസ്റ്റിങ്സും ഇന്റേൺഷിപ്പ് എല്ലാം ഈ കോളേജിൽ തന്നെ ചെയ്തുകൊണ്ട് പേഷ്യൻസിനെ കാര്യത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അത്യാവശ്യത്തിലേറെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. മെയിൻലി നമ്മളെ മെഡിക്കൽ ഫീൽഡ് എന്ന് വെച്ചാൽ വേണ്ടത് പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ കയറി ചെന്നാലും അതിനനുസരിച്ചുള്ള പേഷ്യൻസ് നമുക്ക് ഈ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിൻലി ആയിട്ട് ക്യാമ്പസ് ഇഷ്ടമല്ലെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ കഫേത്തെ കോൾഡ് കോഫിയും ക്രീം ബണ്ണും. ഇവിടുത്തെ ഫുഡ് ലൈക്ക് ഹോസ്റ്റലിലെ ഫുഡ് ആണെങ്കിലും അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ പഠിച്ചതുകൊണ്ട് അവരിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഹോസ്റ്റൽ ഫുഡും അതൊക്കെ അടിപൊളിയാണ്. അതേപോലെ തന്നെ കഫേയിലെ ഫുഡും. നിഷാന, ഈ കോളേജിലുണ്ടല്ലോ 30,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ റീസൺ? നീയല്ലേ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്തത്, നിനക്ക് അറിയേണ്ട റീസൺ. ഇവര് NAC A+ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ കാറ്റഗറി 2 യൂണിവേഴ്സിറ്റി ആണ്. അതേപോലെ തന്നെ NIRF റാങ്കിങ്ങിൽ ഫസ്റ്റ് 100 യൂണിവേഴ്സിറ്റീസിൽ വരുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നിഷാന, ഞാനപ്പോ എന്റെ ക്യാമ്പസ് അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. നല്ല പച്ചപ്പും തണുപ്പും ആ ഒരു ഇത്. ശരിക്കും നല്ല തണുപ്പുണ്ട്. പിന്നെ ചുറ്റിലും നല്ലോണം മരങ്ങളും ഒരു നല്ലൊരു വൈബ്, നല്ലൊരു ഫീൽ ഗുഡ് പ്ലേസ് എന്ന് പറയില്ലേ. ക്യാമ്പസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവർക്ക് എന്തോ ഗ്രീൻ ക്യാമ്പസ് എൻവയൺമെന്റ് അവാർഡ് എന്തോ കിട്ടിയെന്ന് കേട്ടിട്ടുണ്ട്. ക്യാമ്പസ് ലൈക്ക് ടോപ്പ് ക്ലാസ്. നമ്മളിപ്പോൾ ഒരു കോളേജിനെ പറ്റിയും കോഴ്സിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ടത് ഇവരുടെ സ്റ്റുഡൻസിന്റെ അടുത്ത്, അതായത് സീനിയേഴ്സിന്റെ അടുത്താണ്. അപ്പം റീസക്ക് ഇവിടെ കുറച്ച് MPT സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഇവള് കോഴ്സിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കട്ടെ. എനിക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ഏത് ഇയർ MPT ഇപ്പോ? ഞാനിപ്പോ സെക്കൻഡ് ഇയർ, ഫൈനൽ ഇയർ. ഞങ്ങള് എങ്ങനെയാന്ന് ക്ലാസ്സസും പോസ്റ്റിംഗ് എല്ലാം ഇപ്പൊ എങ്ങനെയാണുള്ള? ക്ലാസ്സസ് വന്നിട്ട് നമുക്ക് കിനിയ ക്യാമ്പസിലാണ് ഉള്ളത്. പോസ്റ്റിങ്സ് വന്നിട്ട് നമുക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് പോസ്റ്റിങ്സ് ചെയ്യുക. ക്ലാസ്സസ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്ക് എടുക്കുന്നത്. ലൈക്ക് എല്ലാ PGസിനെയും പോലെ ജസ്റ്റ് നിങ്ങൾ പഠിച്ചോ അങ്ങനെയല്ല, അവർ നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരും, നമ്മളെ പഠിപ്പിച്ചു തരും. ലൈക്ക് സിലബസ് നമ്മൾ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട്, ക്ലാസ്സസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് റിസർച്ച് ഗൈഡൻസ് അത് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ പോസ്റ്റിങ്സ് ആണെങ്കിലും ലൈക്ക് നമ്മുടെ ഏത് ഇതാണ്? ഞാൻ ഓർത്തോ? നഹാസ് ജാഫറൊക്കെ ഓർത്തോ ആണ്. എങ്ങനെ ഓർത്തോനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന്? ഞാൻ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞ ഓർത്തോക്കെ കൊടുത്തിട്ടുള്ള, സെക്കൻഡ് ആണ് ന്യൂറോലോട്ടേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഓർത്തോനെ കുറിച്ചിട്ട് ഇവിടുത്തെ പോസ്റ്റ്, ഞാൻ ഇവിടെ തന്നെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. എന്നാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. ഓർത്തോ പോസ്റ്റിങ്സ് എല്ലാം എങ്ങനെയാ ഉണ്ടാവുക? ഓർത്തോ ഇവിടെ കുറച്ച് സ്ഥലത്ത് പോസ്റ്റിങ്സ് വരുന്നുണ്ട്. ഇപ്പോൾ OPD വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓർത്തോ വാർഡായിട്ട് തന്നെ വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു സബ് ഡിവിഷനായിട്ട് 1, 2, 3 3 വാർഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും പോസ്റ്റിങ്സ് പിന്നെ ഔട്ട് പോസ്റ്റിംഗ് വരുന്നുണ്ട്. ഹരേക്കല, പിന്നെ ബന്ദർ, പിന്നെ ഇവിടെ എക്സ്പോഷൻസ് ഉണ്ട്. സർജറി കേസ് ഇഷ്ടംപോലെ പേഷ്യൻസ് നല്ല കുറേ അത്യാവശ്യം പേഷ്യൻസ് ഉണ്ട്. പിന്നെ OPD ആണെങ്കിൽ നല്ല സ്റ്റാഫ്സ്. പിന്നെ നമുക്ക് തന്നെ ഡോക്ടേഴ്സിനുള്ള റൗണ്ട്സും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ട് കുറേ എക്സ്പോഷൻസ് ഉണ്ടാകും, കുറച്ചും ബെറ്റർ ആണ്. പിന്നെ ഇവിടെ ഓൾറെഡി 2017 ബാച്ചാണ് BPT കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ MPT എടുത്ത്. ബിക്കോസ് ഓഫ് ഈ കോളേജ് ഇഷ്ടം കൊണ്ടും അവരുടെ പഠിപ്പും ഇതും കൊണ്ടാണ്. ഓർത്തോനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഇനിയിപ്പോ ന്യൂറോനെ കുറിച്ചും കൂടി പറഞ്ഞു തന്നാൽ. ന്യൂറോനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോ കേസസ് ഇവിടെ വരുന്നുണ്ട്.
ഓൾറെഡി ജീരിയാട്രിക്, പീഡിയാട്രിക്, ന്യൂറോ സർജറി, മെഡിസിൻ അവിടെയൊക്കെ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവരെ ആയുർവേദ ഹോസ്പിറ്റലിലും പോസ്റ്റിങ്സ് ഉണ്ട്. പിന്നെ എനിക്കൊരു നല്ല പാർട്ട് ഇവിടെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈബ്രറിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ലൈബ്രറിയിൽ നമുക്കിപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ആയാലും എന്തായാലും കിട്ടാൻ വളരെ ഈസിയാണ്. നിഷാന ഇത് കേട്ടോ ഇവരെ ലൈബ്രറി അത്യാവശ്യം വലിയ ലൈബ്രറി ആയിരുന്നു. 3 floors അങ്ങനെ ഉണ്ട് ഇവരെ ലൈബ്രറിയില്. ക്യാമ്പസ് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ കാഴ്ച കണ്ടാന്ന് കേട്ടോ. ഇവർക്കൊരു ഡ്രഗ് സ്ക്വാഡ് ഉണ്ട്. അപ്പൊ ഡ്രഗ് സ്ക്വാഡിലെ സ്നിഫർ ഡോഗ് ആണത്. ഇവർ 24 hours ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കും. നമുക്ക് കേരളത്തിൽ നിന്ന് കുട്ടികളെ പുറത്തേക്കൊക്കെ പഠിക്കാൻ വിടുമ്പോൾ എല്ലാ പേരൻസിനുള്ള ഒരു കൺസേൺ ആണ് എന്തെങ്കിലും തരത്തിൽ വഴിതെറ്റി പോകുമെന്നുള്ളത്. അപ്പം യൂണിവേഴ്സിറ്റി ഇവിടെ ഇങ്ങനൊരു സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിട്ടോ. എന്നെപ്പോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഷീ ഈസ് വർക്കിംഗ് ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഹിയർ. ഡോക്ടർ അക്ഷത, ഷീ ഈസ് വർക്കിംഗ് ഇൻ ഓർലാൻഡ് മാക്സിലോഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ്. എങ്ങനെയുണ്ട്? It's very nice, very nice. Students are good, and even what to say, the facilities that we have here, no, in terms of the support we get for research and the publications and everything, the university is So really students are very much benefited with all these much benefited. facilities. Yes, yes. There's Well, so നമ്മള് much of what to say, push to for students to do well. good things. Yeah, yeah. സോ കേട്ടല്ലോ, സ്റ്റുഡൻസിന്റെ അടുത്ത് മാത്രമല്ല, നമുക്കിപ്പം സ്റ്റാഫ്സിന്റെ അടുത്തും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ അടുത്തും ഒക്കെ ടെസ്റ്റിമോണി കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലായതുകൊണ്ടാണ് കേട്ടോ കൂടുതലും മെഡിക്കൽ സ്റ്റുഡൻസിനെയും പാരാമെഡിക്കൽ സ്റ്റുഡൻസിനെയൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാനിപ്പോഴേക്കും മെഡിക്കൽ കോഴ്സസ് മാത്രമല്ല, മെഡിക്കൽ കോഴ്സസിൽ എല്ലാതും ഉണ്ട് കേട്ടോ. ഇപ്പം പാരാമെഡിക്കൽ ആയാലും ലൈക്ക് MBBS, ലൈക്ക് BDS, ആയുർവേദ, ഹോമിയോപ്പതി, അങ്ങനെ എല്ലാ കോഴ്സസ് ഉണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള, അതായത് മാനേജ്മെന്റ് സ്റ്റഡീസ്, പിന്നെ എഞ്ചിനീയറിങ്, അങ്ങനെയുള്ള എല്ലാ കോഴ്സസും ഉണ്ട്, ലൈക്ക് BBA, BCA ഒക്കെ പോലത്തെ. നിഷാന വാ നമുക്കില്ലേ ലോട്ടസ് മറ്റേ ക്രീം ബണ്ണും കോൾഡ് കോഫി ട്രൈ ചെയ്യാം. ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഇവരെ കഫറ്റീരിയ ആണ് കേട്ടോ. എവിടെ ക്രീം ബൺ ഉണ്ട് ഇവിടെ? ഇതാണ് ക്രീം ബണ്ണ്, ഇതാണ് ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ്. ചോക്ലേറ്റ് നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ ക്യാമ്പസ് അടിപൊളിയാണ്. 150 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ക്യാമ്പസ് ആണ് കേട്ടോ. 10ഓളം ഹോസ്റ്റൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി ഹോസ്റ്റൽസും ജിമ്മും അങ്ങനത്തെ ഉള്ള കുറെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നല്ല വലുതല്ല ക്യാമ്പസ്? അതന്നെ, 150 ഏക്കർ എന്ന് പറയുമ്പോൾ നല്ല സ്ഥലമായില്ലേ. പിന്നെ കോളേജ് ബിൽഡിങ്സ് മാത്രമല്ലല്ലോ, ഹോസ്റ്റലും എനിക്കൊന്ന് 10+ എന്തോ ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പൊ അതും എല്ലാം കൂടി സെയിം ഇതിലല്ലേ വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ഇവർക്ക് സൂപ്പറാണ് കേട്ടിന്. ഇവർക്ക് 10 ഹോസ്റ്റൽസ് ഉണ്ട് പറഞ്ഞല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഹോസ്റ്റൽസ്. പിന്നെ ഹോസ്റ്റലിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഫുഡ് അടിപൊളിയാണ്, ഫുഡ് സൂപ്പറാണ്. അത് മാത്രല്ല ലോണ്ട്രി ഫ്രീ ആണ്. അപ്പൊ നിനക്ക് വന്നാലും അലക്കേണ്ട ആവശ്യമില്ല, അലക്കേണ്ട പണിയില്ല. ഹോസ്റ്റലിന് തൊട്ട് താഴെയായിട്ട് ഇതാ പള്ളിയുണ്ട്. അപ്പൊ കുട്ടികൾക്ക് നിസ്കരിക്കാനൊക്കെയുള്ള നല്ല സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഏനപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടോട്ടേ സ്പോർട്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പണ്ടോട്ടേ ഇവർക്ക് ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ വരുന്നത് ഇവരുടെ ഇൻഡോർ ഓഡിറ്റോറിയം, പിന്നെ ഇൻഡോർ സ്പോർട്സിനുള്ള ഫെസിലിറ്റീസ് വരുന്നുണ്ട്, പിന്നെ മൾട്ടിമീഡിയ റൂം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ബിൽഡിങ്ങിലുള്ളത്. ഇതാണ് ഇവരുടെ അഡ്മിഷൻ ബ്ലോക്ക്. അപ്പം നമുക്കിതാ ഇതിൽ ചേർക്കണ്ടേ. അപ്പം അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫീസ് സ്ട്രക്ചറൊക്കെ അറിഞ്ഞിട്ട് വരാം. നമ്മളിതാ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഫീസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പം ഇവിടെ എവ്രി ഇയർ 10,000 സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതും 150 ഡിഫറെൻറ്റ് കോഴ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരെ വന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഓൺലൈൻ അഡ്മിഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇതാണ് കേട്ടോ ഇവരെ ഗ്രൗണ്ട്. നല്ല അടിപൊളി, നല്ല വലുപ്പത്തിലുള്ള ഗ്രൗണ്ടാണ്. ഒരു കോളേജിൽ ഇത്രയും വലിയൊരു സോക്കർ ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് വെരി ഇംപ്രസീവ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ പോയ സ്പോർട്സിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുള്ളത്. ഇത് ഇവരുടെ ഒരു ഓപ്പൺ ലൈബ്രറി ആണ്. സ്റ്റുഡൻസിന് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം. ഇവിടെ കുറേ കുട്ടികൾ പാട്ട് പാടുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ കോളേജും ക്യാമ്പസും എല്ലാം നീ കണ്ട്, ഇനി നിന്റെ തീരുമാനം പറ. എന്നോട് മാത്രമല്ല, ഇവരോടും കൂടി പറ. ക്യാമ്പസ് അടിപൊളിയാണ്. ഇവിടുത്തെ സ്റ്റുഡൻസിനോട് ചോദിച്ചാലും അവർക്ക് നല്ല ഒപ്പീനിയൻ ആണ് ഉള്ളത്.
അപ്പോൾ നമുക്ക് നോക്കാം. നോക്കാം ഇൻഷാല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഓൺലൈൻ അഡ്മിഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. സീ യു വിത്ത് അനദർ വീഡിയോ സൂൺ. ബൈ.